പശ്ചിമേഷ്യൻ മണ്ണിൽ സമാധാനം എത്തിയിട്ടില്ല. ലോകത്തിന്റെ കണ്ണ് വീണ്ടും ഗാസയിലേക്ക് തിരിയുകയാണ്. ഒരു യുദ്ധവിരാമം എന്നതിൽ നിന്ന് ശാശ്വത സമാധാനം എന്ന വലിയ ലക്ഷ്യത്തിലേക്ക് എങ്ങനെ എത്തുമെന്ന നിർണായക ചോദ്യമാണ് ഇപ്പോൾ അന്താരാഷ്ട്ര സമൂഹം ചർച്ച ചെയ്യുന്നത്. വെടിനിർത്തൽ കരാറിന്റെ രണ്ടാം ഘട്ടം കേവലം ഒരു പൊളിറ്റിക്കൽ ഡോക്യുമെന്റ് അല്ല, ആയിരക്കണക്കിന് മനുഷ്യജീവന്റെ ഭാവിയാണ്. ആ സമാധാനത്തിന്റെ താക്കോൽ ഇപ്പോൾ ഇസ്രായേലിന്റെ കൈകളിലാണ്. മധ്യസ്ഥ ശക്തികളായ ഖത്തറും ഈജിപ്തും ഇസ്രായേലിന് മേൽ ശക്തമായ പ്രഷർ ചെലുത്തുകയാണ്. സമാധാന കരാറിന്റെ രണ്ടാം ഘട്ടം സെക്യൂർ ചെയ്യാൻ ഇസ്രായേൽ സൈന്യം പൂർണ്ണമായി പിൻവാങ്ങണമെന്നും ഒരു ഇന്റർനാഷണൽ സ്റ്റെബിലൈസേഷൻ ഫോഴ്സിനെ ഉടൻ വിന്യസിക്കണമെന്നുമാണ് ഈ രാജ്യങ്ങളുടെ ജോയിന്റ് ആയിട്ടുള്ള ഡിമാൻഡ്. നിലവിൽ അമേരിക്കയുടെയും ഐക്യരാഷ്ട്രസഭയുടെയും പിന്തുണയുള്ള വെടിനിർത്തൽ പദ്ധതിയുടെ ആദ്യഘട്ടം ഒക്ടോബർ 10 നിലവിൽ വന്നിരുന്നു. ഈ കരാർ അനുസരിച്ച് ഇസ്രായേൽ സൈന്യം ഗാസയുടെ അതിർത്തിയിലുള്ള യെല്ലോ ലൈൻ എന്ന് വിളിക്കുന്ന സ്ട്രാറ്റജിക് പ്രദേശങ്ങളിൽ നിന്ന് പിൻവാങ്ങുകയും ഹമാസ് ശേഷിക്കുന്ന ബന്ദികളെ മോചിപ്പിക്കുകയും ചെയ്തു. എന്നാൽ ഈജിപ്തും ഖത്തറും പറയുന്നത് ഇപ്പോഴുള്ളത് കേവലം ഒരു താൽക്കാലിക ഹ്യൂമാനിറ്റേറിയൻ പോസ് മാത്രമാണ് എന്നാണ്. വിഷയത്തിൽ ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ അൽഥാനിയുടെ വാക്കുകൾ ശ്രദ്ധേയമാണ്. ഇസ്രായേൽ സേനയുടെ ഫുൾ വിഡ്രോവൽ കൂടാതെ ഗാസയിലെ സ്റ്റെബിലിറ്റി ഉറപ്പിക്കാതെ ഈ വെടിനിർത്തൽ സക്സസ്ഫുൾ ആകില്ല എന്നാണ് അദ്ദേഹം ദോഹ ഫോറത്തിൽ തറപ്പിച്ചു പറഞ്ഞത്. മേഖലയിൽ സമാധാനവും സ്ഥിരതയും കൈവരിക്കണമെങ്കിൽ ഇസ്രായേൽ പിൻവാങ്ങണം. ആളുകൾക്ക് സമാധാനമായി യാത്ര ചെയ്യാനുള്ള സാഹചര്യം ഉടലെടുക്കണം. ഈജിപ്തും ഖത്തറിന്റെ നിലപാടിനെ ശക്തമായി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ട് ഇസ്രായേൽ ഇപ്പോഴും മൈനർ ആയിട്ടുള്ള അറ്റാക്സ് തുടരുന്നുണ്ടെന്ന് ഈജിപ്ഷ്യൻ വിദേശകാര്യമന്ത്രി ബദർ അബ്ദലറ്റി ആരോപിച്ചു. സ്ഥിതിഗതികൾ മോണിറ്റർ ചെയ്യാനും വെടിനിർത്തൽ ഉറപ്പാക്കാനും വേണ്ടി യെല്ലോ ലൈനിൽ എത്രയും പെട്ടെന്നൊരു ഇന്റർനാഷണൽ സ്റ്റെബിലൈസേഷൻ ഫോഴ്സ് വിന്യസിക്കേണ്ടത് അത്യാവശ്യമാണ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നിലവിലെ അവസ്ഥയും വെല്ലുവിളികളും ഒന്ന് പരിശോധിക്കാം. എന്തായാലും കരാറിന്റെ രണ്ടാം ഘട്ടമാണ് ഇപ്പോൾ ഏറ്റവും വലിയ ചലഞ്ച് ഉയർത്തുന്നത്. ഈ ഘട്ടത്തിൽ ഗാസയുടെ ഭരണം താൽക്കാലിക ഭരണസമിതിയെ ഏൽപ്പിക്കുക, ഹമാസ് നിരായുധരാവുക, ഇസ്രായേൽ പൂർണ്ണമായി പിൻവാങ്ങുക, അന്താരാഷ്ട്ര സേനയുടെ വിന്യാസം എന്നിവയാണ് പ്രധാന ടേംസ് ആൻഡ് കണ്ടീഷൻസ്. പലസ്തീൻ അതോറിറ്റിക്ക് ഹമാസിന്റെ പങ്കാളിത്തമുള്ള ഒരു ഭരണ സംവിധാനം നൽകുന്നതിനെ ഇസ്രായേൽ ശക്തമായി എതിർക്കുന്നു. അന്താരാഷ്ട്ര സേനയിൽ തുർക്കിയെ പോലുള്ള രാജ്യങ്ങൾ പങ്കെടുക്കുന്നതിനോടും അവർക്ക് റിസർവേഷൻസ് ഉണ്ട്. ഇനി ഹമാസിന്റെ നിലപാട്. ഇസ്രായേൽ പിൻവാങ്ങുന്ന പക്ഷം തങ്ങളുടെ ആയുധങ്ങൾ പലസ്തീൻ അതോറിറ്റിക്ക് കൈമാറാൻ തയ്യാറാണെന്ന് ഹമാസ് അറിയിച്ചിട്ടുണ്ട്. എന്നാൽ നിലവിലെ പദ്ധതിയിലെ ഡിസാർമമെന്റ്, അതായത് നിരായുധീകരണം എന്ന വ്യവസ്ഥയെ അവർ ശക്തമായി എതിർക്കുന്നു. ഗസയുടെ ദുരിതത്തിന് കാരണം ഈ നീണ്ട കാലത്തെ സംഘർഷമാണ് എന്നും ഈജിപ്തിന്റെയും ഖത്തറിന്റെയും കാഴ്ചപ്പാടിൽ ഗസ മാത്രമല്ല, വെസ്റ്റ് ബാങ്കിലെ പലസ്തീനികളുടെ അവകാശങ്ങൾ സംബന്ധിച്ച പ്രശ്ന പരിഹാരം കൂടിയാണ് സമാധാനം ഉറപ്പാക്കാനുള്ള ഏക മാർഗം. നിലവിലെ വെടിനിർത്തൽ ഒരു താൽക്കാലിക റിലീഫ് മാത്രം നൽകിയേക്കാം. പക്ഷേ ഈ പ്രശ്നത്തിന് ഒരു പൊളിറ്റിക്കൽ സൊല്യൂഷൻ കണ്ടില്ല എങ്കിൽ പശ്ചിമേഷ്യ വീണ്ടും രക്തരൂക്ഷിതമാകാനുള്ള സാധ്യത കൂടുതലാണ്. ഗാസ മുനമ്പിൽ ഇസ്രായേൽ ആക്രമണങ്ങൾ ആരംഭിച്ചതിനു ശേഷം ഇതുവരെ കൊല്ലപ്പെട്ട പലസ്തീനികളുടെ എണ്ണം 70,125 കടന്നതായി ഗസയിലെ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. യുദ്ധത്തിന്റെ കെടുതികൾ എത്രത്തോളം ഭീകരമാണ് എന്ന് ഈ കണക്കുകൾ വ്യക്തമാക്കുന്നു. കൊല്ലപ്പെട്ടവരിൽ വലിയൊരു വിഭാഗം സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടുന്നു എന്നതാണ് ഏറ്റവും ദുഃഖകരമായ വസ്തുത. ഈ സംഖ്യ ഇപ്പോഴും ഉയർന്നുകൊണ്ടിരിക്കുകയുമാണ്. 1,71,000 ആളുകൾക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. ഇത് ഗാസയിലെ ആരോഗ്യ മേഖലയ്ക്ക് താങ്ങാനാവാത്ത വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. ഗുരുതരാവസ്ഥയിലുള്ളവരും ധാരാളമുണ്ട്. കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾക്കിടയിൽ ഇപ്പോഴും ആയിരക്കണക്കിന് ആളുകളെ കാണാതായിട്ടുണ്ട്. ഈ കണക്കുകൾ ഉൾപ്പെടെയുള്ള യഥാർത്ഥ മരണസംഖ്യ ഇതിലും കൂടുതലായിരിക്കാമെന്നാണ് ആശങ്ക. ഈ ഭീമമായ കണക്കുകൾക്കിടയിൽ ഗസയിലെ മിക്ക ആശുപത്രികളും പൂർണ്ണമായോ ഭാഗികമായോ തകർന്നിട്ടുണ്ട്. ആവശ്യത്തിന് മരുന്നോ ചികിത്സയോ സൗകര്യങ്ങളോ ലഭ്യമല്ലാത്തതിനാൽ പരിക്കേറ്റവർക്ക് മതിയായ പരിചരണം ലഭിക്കുന്നില്ല. യുദ്ധവും ഉപരോധവും കാരണം ഗസയിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളും കടുത്ത ഭക്ഷ്യക്ഷാമം നേരിടുകയാണ്. ഇത് മരണസംഖ്യ വർദ്ധിക്കാൻ പരോക്ഷമായി കാരണമാകുന്നുണ്ട്. ദശലക്ഷക്കണക്കിന് ആളുകൾ സുരക്ഷിത താവളം തേടി തെക്കൻ ഗസയിലേക്ക് പലായനം ചെയ്യാൻ നിർബന്ധിതരായി. ഇത് മാനുഷിക ദുരന്തത്തിന്റെ ആഴം വർദ്ധിപ്പിക്കുന്നു. ഈ സ്ഥിതിഗതികളൊക്കെ കണക്കിലെടുക്കുമ്പോൾ വെടിനിർത്തൽ എത്രയും പെട്ടെന്ന് സ്ഥിരമായ സമാധാനത്തിലേക്ക് മാറേണ്ടതിന്റെ ആവശ്യകതയ്ക്ക് ലോകശ്രദ്ധ വീണ്ടും എത്തിച്ചിരിക്കുന്നു.